ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ആക്ച്വലി നമ്മളൊരു പുതിയ വണ്ടി എടുക്കാൻ പോവാണ്. സ്കൂട്ടറാണ്. ബാക്കി നമ്മൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു വീഡിയോ ആയിരിക്കും, പക്ഷേ ഒരു പുത്തൻ വണ്ടിയാണ്. അതെടുക്കാൻ പോകുന്നതുകൊണ്ട് വീഡിയോ ആണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കാണുന്നതാണ്. ഇപ്പം ഈ കുറച്ച് നാളായേ ഉള്ളൂ വണ്ടി ലോഞ്ചായിട്ട്. അപ്പം ഷോറൂം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി ഏതാണെന്ന് രൂപം കിട്ടിക്കാണും. അതെ, അപ്പോൾ ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം. സോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എടുത്തിട്ട് ഞാൻ ആ ടെസ്റ്റ് ഡ്രൈവിന് ഓടിച്ചതാണ്, പിന്നെ ഇപ്പോഴാണ് ഓടിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇതിപ്പോൾ നമ്മൾ 2 മോഡുണ്ട് വണ്ടിക്ക്. റേസ് മോഡും സ്ട്രീറ്റ് മോഡും. സ്ട്രീറ്റ് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ വണ്ടിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. അതെനിക്കൊന്ന് ബ്രൈറ്റ്നസ് കുറച്ചിട്ടിരിക്കുകയാണോ എന്നറിയില്ല, കാരണം വെയിലത്ത് വരുമ്പോൾ അത്രയ്ക്ക് റീഡബിൾ അല്ല. മറ്റേ TFT നല്ല റീഡബിൾ ആയിരുന്നു. നോക്കണം, എൻ്റെ സെറ്റിങ്സൊക്കെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് മാറ്റിയൊക്കെ നോക്കുമ്പോൾ അറിയാം. കാരണം നമ്മൾ 310 ഡിസ്പ്ലേ TFT ഡിസ്പ്ലേ ആയാലും അതിനകത്ത് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നോക്കണം. സോ ഇതാണ് വണ്ടിയുടെ ഓവറോൾ സെറ്റപ്പ്. ഈ ഹാൻഡിൽ ബാർ നമ്മൾ റെൻ്റ് എടുത്തിട്ടാണ് സ്കൂട്ടർ കുറച്ച് നാളും. അപ്പോൾ അവളാണ് പോകുന്നത്, അനുജയാണ് പോകുന്നത്, ഐ മീൻ എൻ്റെ വൈഫ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സെറ്റപ്പ്. ഈ ഹാൻഡിൽ ബാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇച്ചിരി ഒരു പ്രത്യേക ഒരു കറക്റ്റ് ഒരു ബൈക്കിൻ്റെ ഒരു ഫീലുണ്ട് ഇവിടുന്ന്. അതേപോലെ ഇതിൻ്റെ പൊസിഷൻ, ആ ഡിയോയിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറയും. ഇത് ഇച്ചിരി കൂടെ വേറെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ ഒരു വേറെ രീതിയിലാണ്. അതായത് ഒരുപാട് സ്കൂട്ടർ രീതിയല്ല, നമ്മൾ ഇച്ചിരി വൈഡും, എന്നാൽ ഒരുപാട് വൈഡൊന്നും അല്ല. വണ്ടി അത്യാവശ്യം ഫ്ലിക്കബിളാണ്, പക്ഷെ ഒരുപാട് പുഷ് ചെയ്യാനൊക്കത്തില്ലല്ലോ പുത്തനായതുകൊണ്ട്. എൻ്റെയൊക്കെ ഹൈറ്റിന് അത്യാവശ്യം ലെഗ് റൂമൊക്കെ ഉണ്ട്. ഞാനൊരു 168 169 ഇടയ്ക്കാണ്. ഒരു 168.5 സെൻറ്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ എനിക്ക്. ആ ഹൈറ്റ് വെച്ച് ഇത് കറക്റ്റാണ് ഇതുവരെ. ഇതിപ്പോൾ റേസ് മോഡിലാണ് ഇട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ റേസ് മോഡ് ചെക്ക് ചെയ്യാനും വേണ്ടിയൊന്നുമില്ല, അതിനുള്ള വണ്ടി പുതിയതായതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പവറൊന്നും ചെക്ക് ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു മോഡ് ബട്ടൺ ഉള്ളു. മറ്റേന്ന് വെച്ചാൽ മറ്റേ വണ്ടിക്ക് നമ്മൾ കറക്റ്റ് RR32 കൂട്ടത്തെ സ്വിച്ച് ഗിയേഴ്സാണ്. ഇപ്പുറത്തെ ഒരു നാവിഗേഷൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് പക്ഷേ അതൊന്നുമില്ല. ഇതിൽ നമുക്ക് ഇതിൽ വെച്ച് തന്നെ ടോഗിൾ ചെയ്യേണ്ടതായിരുന്നു. ഈ 2 ബട്ടൺ, സ്പെഷ്യൽ മോഡ് ഐക്കൺ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ഇത് രണ്ടുകളാണ് ഇതിന് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. കൂടുതൽ സ്പെക്ക് നമ്മൾ ബുക്കൊക്കെ വായിച്ചോ അല്ലെങ്കിൽ മാനുവൽ വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ മോഡ് ബട്ടണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മോഡ് മാറും. സ്ട്രീറ്റ് മോഡും അതേപോലെ റേസ് മോഡും മാറി മാറി വരും. പിന്നെ RPM ഗേജിങ് വരുന്നുണ്ട്, ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. മറ്റേന് പക്ക, അതായത് ഇതിൻ്റെ ടോപ്പ് മോഡലിൽ അത് നമ്മുടെ പ്രോപ്പർ RR32 RTR32 ഒക്കെ RTR32 മീറ്ററാണ്. RTR32 RTX32 ഒക്കെ വരുന്ന പോലത്തെ മീറ്ററാണ്, റെക്റ്റാങ്കുലർ ഷേപ്പുള്ള മീറ്റർ. ഓ, ഇപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടി. ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടോ? ട്രാക്ഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കൈ കൊടുക്കുമ്പോഴേ ഈ വീല് പെട്ടെന്ന് കറങ്ങി, ഇപ്പോൾ ചരലൊക്കെ ആണെങ്കിൽ സ്പിന്നായി മറ്റേ തെന്നിയൊന്നും പോകാതിരിക്കാൻ, വീഴാതിരിക്കാൻ വേണ്ടി ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ലൈറ്റ് കത്തി കിടപ്പുണ്ട്. നീ വീണത് നേരെ നോക്കാതെ മറ്റേ വളർന്നിരിക്കാതെ പോസ്റ്റിൽ പോയി ഇടിച്ചിട്ടല്ലേ.
വേണ്ട, ഞാനന്ന് പോയ വിൻഡ് മിൽ നമ്മൾ അതെ, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ട വിൻഡ് മില്ലാണ്. കണ്ടോ, മൊത്തം വിൻഡ് മിൽ ആ ഏരിയയിൽ. കണ്ടോ, എടാ പതുക്കെ പോടാ. ഈ വണ്ടിക്ക് സ്പീഡ് ലിമിറ്റ്, നമ്മൾ പുതിയ വണ്ടിയല്ലേ ഇത്, ഒരുപാട് അങ്ങനെ കൈ കൊടുത്ത് ഓടിക്കണ്ട. കണ്ടാ വിൻഡ് മില്ലൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. അല്ല, നേരെ നോക്കി ഓടിച്ചാൽ മതി. വണ്ടിയുടെ സസ്പെൻഷനൊക്കെ നൈസാണ്. അങ്ങനെ ഒരുപാട് സ്റ്റിഫും അല്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റും അല്ല. പിന്നെ ഇതിലൊക്കെ ഇപ്പം മൊത്തം പൊടിയുണ്ട്. കാരണം നല്ല, നിങ്ങൾ കാണാം, നല്ല ഉണക്കാണ്. ഈ നമ്മൾ ചെറിയ സർവീസ് ഹൈവേ കൂടെ പോയാലും പൊടി അടിച്ച് മൊത്തം പൊടിയാവും. നമ്മൾ വണ്ടി എടുത്തതിനേക്കാളും കൂടുതൽ പൊടിയായിട്ടുണ്ട് ചുമ്മാ ഓടിച്ചപ്പോൾ തന്നെ. ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല ദൂരം കവർ ചെയ്തിട്ടുണ്ട്. 8 കിലോമീറ്റർ. നമ്മൾ വണ്ടി എടുത്തിട്ട് 8 കിലോമീറ്റർ ഓടി. അതെ അതെ, അത് ഹൈവേ അല്ലേ. സോ ഇതാണ് വണ്ടിയുടെ ലുക്ക്, ഓവറോൾ ലുക്ക്. പ്രൊജക്ടർ LED ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്, 4 എണ്ണം. പിന്നെ ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്, സിംഗിൾ ചാനൽ ABS ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ എൻ്റെ 68 ആ മോഡലിൽ 23 മോഡൽ ഇല്ലാത്തൊരു സാധനമുണ്ട് ഇവിടെ, അഡ്ജസ്റ്റബിൾ ലിവർ. നമുക്ക് വിരലിൻ്റെ നീളം ഇല്ലാത്തവർക്കും ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ നീളം ഇങ്ങോട്ട് ഇത്ര വേണോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത്. പിന്നെ ബ്രേക്ക് ലോക്ക് ഉണ്ട്. പിന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒക്കെ ജൂപ്പിറ്ററിൻ്റെ അത്രയില്ല, കുറവാണ്. എന്നാലും എൻ്റെ അവർക്ക് 125-ൻ്റെ ഒക്കെ ആ ലെവൽ തന്നെ ഉള്ളതെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനെ നോക്കിയാൽ, ഞാൻ അന്ന് റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ അതാ. പിന്നെ ഹസാർഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് മോഡ്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ. ഇത് കിൽ സ്വിച്ച്, ഇത് ഓൺ ഓഫ് ആക്കിയിട്ട്, ഇത് ഓൺ ഓഫ് കിൽ സ്വിച്ച്, ബാറ്ററി ഓൺ ഓഫ് ഒക്കെ ആക്കിയിട്ട് ഇത് വെക്കുമ്പോൾ ഇഗ്നിഷൻ ഓണാവും, അതായത് വണ്ടി ഓണാവും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണിത്. സോ ഇതാണ് കീ വരുന്നത്, വണ്ടിയുടെ കീ. എനിക്കുണ്ട് ഈ ലുക്കാണ് അടിപൊളി. ഹെഡ്ലൈറ്റ് അടിപൊളിയാണ്, അത്യാവശ്യം വീതിയുണ്ട്. പിന്നെ ഈ പെയിൻ്റ് എല്ലാം അത്യാവശ്യം ഗ്ലോസി പെയിൻ്റാണ്. ഈ കളറാണ് നമുക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടത്. ഈ ഗ്ലോസി പെയിൻ്റ് ആയതുകൊണ്ടൊരു പ്രശ്നം, ഈ ഭാഗമൊക്കെ പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം മറ്റേ ഗ്ലോസിയാണ്, ഗ്ലോസി ഫിനിഷ്, നല്ല തിളക്കമുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഡിയോയുടെ ആക്ടിവയുടെ ഒക്കെ നോക്കുമ്പം അതിന് അത്രയും ഗ്ലോസി ആയിട്ടുള്ള പാർട്സ് അല്ല അവിടെ കൊടുക്കുന്നത് ഇവിടെയൊക്കെ. കാരണം ആൾക്കാർ എപ്പോഴും തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന പാർട്സ് അല്ലേ അതൊക്കെ. അപ്പം അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ മീറ്ററും ഒബ്വിയസ്ലി സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു വിംഗ്ലെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്തിനാണോ എന്തോ. സ്റ്റാൻഡ് എടുത്തേ. ഇനി ഓണാക്കി കണ്ടോ. അപ്പോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട്, അത് സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ വണ്ടി ഓഫ് ആവും. പിന്നെ കിൽ സ്വിച്ച് കണ്ടോ, പ്രൊജക്ടർ LED ഉണ്ടോ. നീ ഹൈ ബീം വന്നിട്ടേ ഫാസ്റ്റ് ലൈറ്റ് ഒന്ന് അടിച്ചേ. അതാ മതി. കണ്ടോ, ഇതാണ് ഹെഡ്ലൈറ്റ്. സോ ഇത് ജസ്റ്റ് ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. വണ്ടിയുടെ എക്സോസ്റ്റ് അപ്പം ഇത് ജസ്റ്റ് ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നൊരു വീഡിയോ ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കുറച്ച് നാൾ ഓടിച്ചിട്ടോ കുറച്ച് ദിവസമെങ്കിലും ഓടിച്ചിട്ട് ഞാൻ പറയാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു പതുക്കെ ഓടിക്കാനും ഒക്കത്തുള്ളൂ, പവർ ഒന്നും ചെക്ക് ചെയ്യാനും ഒക്കത്തില്ല. ജസ്റ്റ് ഒരു ഇനീഷ്യൽ വണ്ടി ഭയങ്കര സ്മൂത്താണ്. എന്നാൽ ഹോണ്ട വണ്ടികളുടെ ഇത്രയും സ്മൂത്തൊന്നും അല്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാതെ വണ്ടി ഓടി തുടങ്ങുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും, റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ അത്യാവശ്യം പവറും തോന്നിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്നാണ്. അപ്പം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.